നമസ്കാരമുണ്ട്. സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അത് മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു എക്സിബിഷനൊക്കെ കുവൈറ്റിൽ നടക്കുന്നുണ്ട്. 18 രാജ്യങ്ങൾ ഒന്നിച്ചിട്ട് നടത്തുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ ബസ് കയറിയപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നേരെ എത്തിയത് കുവൈറ്റില് പാകേൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എത്തിയത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഏതായാലും ഇന്നിപ്പം വേറെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം അൽക്കൂത്ത് മാളിലേക്ക് പോകാന്ന് വെച്ചു. ഇവിടെ എത്തിയപ്പം അൽക്കൂത്ത് മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അൽക്കൂത്ത് മാളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പം അത് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അവിടേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം വേറെ 2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. അവര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണോ? SR ബ്ലോഗിലെ യൂട്യൂബറാണ് ആള്. വേറെ ബ്ലോഗ് ചെയ്യുന്നു, ഞാൻ വേറെ ബ്ലോഗ് ചെയ്യുന്നു. ഇത് SR ബ്ലോഗ്, ഇത് സ്റ്റാർ മീഡിയ. ഓക്കെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അൽക്കൂത്ത് മാളിലേക്കുള്ള സ്വാഗതം. അതെ, അൽക്കൂത്ത് മാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മള് അൽക്കൂത്ത് മാൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അൽക്കൂത്ത് മാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല. നമുക്ക് നേരിട്ട് തന്നെ പോയി കാഴ്ചകൾ കാണാം. അപ്പം നമ്മൾ അൽക്കൂത്ത് മാളിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ എൻട്രൻസ് കവാടം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഞങ്ങള്. നമ്മളപ്പം ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അപ്പം ഇതാണ് അൽക്കൂത്ത് മാള്. നമ്മൾ അതിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കൾ അവരും ക്യാമറയില് വീഡിയോ എടുക്കുന്നുണ്ട്. അടിപൊളി മാളാണല്ലേ. എന്താ സെറ്റപ്പ് അല്ലേ, അടിപൊളി. ചന്ദ്രക്കലയ്ക്ക് ഇറങ്ങിയിട്ടാണല്ലോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അൽക്കൂത്ത് മാൾ എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായിരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാളാണ്. എവിടെയൊക്കെ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്ന മാർക്കറ്റ് എല്ലാം പെർഫ്യൂമിന്റെ ഒരു ഏരിയ ആട്ടോ ഇത്. ഈ ഒരു ഐസ്ക്രീം കടയാണ് ഈ കാണുന്നത്. എത്ര മനോഹരമായിട്ട് ഡിഫറെന്റ് ആയിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്. കണ്ടോ, സൂപ്പർ ആയിട്ടില്ലേ. കണ്ടോ, ഒരു ഷോപ്പാണ്, ഐസ്ക്രീം ഷോപ്പാണത്. ഇതൊരു ചെടിയാണ് നട്ടുവിട്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളില് അടിപൊളിയല്ലേ, ഇഷ്ടം. പ്രസിഡന്റ് മൂന്നെണ്ണം കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ നടന്ന് അടുത്തൊരു സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കണ്ടോ പൂക്കളൊക്കെ വെച്ചിട്ടൊരു സെറ്റപ്പ് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും നമ്മൾ ഈ അറബിക് കൺട്രിയിൽ മാളുകൾ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ചയാണ് ഈ പെർഫ്യൂം കൗണ്ടറുകൾ. ഇതുപോലുള്ള പെർഫ്യൂം കൗണ്ടറുകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു കാറൊക്കെ നിർത്തിയിരിക്കുന്നുണ്ടോ, ഒരു പുതിയ മോഡൽ കാറൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സീരിയൽ നമ്പറുണ്ട്, EM8 എന്നുള്ള ഒരു നമ്പറാണ് കേട്ടോ. അടിപൊളി കാറാണ്, ഒരു പുതിയ മോഡൽ കാറാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ സെറ്റപ്പ് കണ്ടോ, എന്റെ അപ്പോ ഒന്നും പറയാനില്ല. അൽക്കൂത്ത് മാൾ വിട്ടതൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലേ മതിയാവും. ഓ,
ഞങ്ങൾ കയറി ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് വന്നു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ ഉണ്ടാവുന്നു? ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? സൂപ്പർ അല്ലേ? ഇതെന്താണ് 1500 മെമ്മറി കാർഡ്? നമ്മള് താഴെ നിന്ന് നോക്കിയപ്പം, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോക്കിയപ്പോ കണ്ട ആ ഒരു പൂവിന്റെ ഒരു മരം ഉണ്ടല്ലോ, അതാണിത്. സംഭവം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. ഇതൊരു ചെറിയൊരു ഫുഡ് കൗണ്ടറാണ്, റെസ്റ്റോറന്റ് കൗണ്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോ ഈ നമ്മൾ കാണുന്നത്. അതിഗംഭീരം എന്ന് പറയാം അല്ലേ? കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഷുഗർ ഗാർഡൻസ് എന്നാണ് എന്റെ കൗണ്ടറിന്റെ പേര്. കണ്ടോ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സെറ്റിംഗ്. കണ്ടോ, ഈ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ആ കാണുന്നതാണ് അൽക്കൂത്ത് മാളിലെ സിനിമ തിയേറ്റർ. കണ്ടോ, നമ്മള് സിനിമയുടെ ഇതൊക്കെ ഓടുന്നുണ്ട്. ഇവിടെയും തിയേറ്ററുകളൊക്കെ ഒരുപാടുണ്ട്. അതിലൊരു തിയേറ്ററാണ് ഈ കാണുന്നത്, സിനീസ് അല്ലേ ആണ് കാണുന്നത്. അതിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം സിനിമ കാണാൻ താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമ കാണുന്നവർക്ക് സിനിമ കാണാം. കോമഡി, റൊമാൻസ്, അറബിക് എല്ലാ സിനിമകളും ഇവിടെ ഓടുന്നുണ്ടോ? അതിന്റെ ബോർഡാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഉള്ള ഒരു ബോർഡാണ്, ഒരു ടാബ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ATM കാർഡ്, പൈസ പേ ചെയ്യാനുള്ള ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാം. കണ്ടോ, ഇവിടുത്തെ സിനിമ തിയേറ്ററിന്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. അടിപൊളിയല്ലേ? നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സുമാര് കണ്ടോ ടിക്കറ്റ് മലയാള പടമൊക്കെ ഉണ്ടോന്ന് അവർ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് ടിക്കറ്റ് എത്രയാവും, മലയാള പടം ഓടുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. പടം ഇതിൽ കാണാൻ പറ്റില്ല, നമ്മൾ കാശ് കൊടുത്തകത്ത് ഇവിടെ ഇപ്പൊ ഇവര് ചെക്ക് ചെയ്യാൻ പോവാണ് ഏതൊക്കെ പടമാണ്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഷമീം കാണിച്ചു തരുവാണ്. ആളോട് ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത്. അപ്പൊ ആള് കാണിച്ചു തരികയാണത്. Just now we have English Second Class, Gladiator, Venom, The Last Dance, The Red One, and Bad Blood. Today playing Malayalam pictures. മലയാളം or Tamil. Maybe next week. നെക്സ്റ്റ് കേൾക്കാം. Okay, Shamim. തമിഴും മലയാളമൊക്കെ കൂടെ വരും എന്നാണ് പറയണത്. പക്ഷെ അടുത്ത ആഴ്ച ഇപ്പൊ ഇന്നില്ല പറഞ്ഞു. ഇന്ന് മലയാളം തമിഴില്ല. നമ്മുടെ ഈ തിയേറ്ററിന്റെ ഉൾവശത്തേക്ക് എൻട്രൻസിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു പാവമാണ് ഈ കാണുന്നത്. കണ്ടോ, അതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത ലൈറ്റിന്റെ സെറ്റപ്പ് കണ്ടോ, അടിപൊളിയല്ലേ? പാലിലോ ഒക്കെ തിരിഞ്ഞ് മതി കളിക്കുന്ന നേരെ ഒന്ന് വന്നാൽ മതി അറിഞ്ഞില്ല. അതെ, അവസ്ഥയാണുള്ളത്. അങ്ങനെ കൽക്കൂത്തുമാളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടോണ്ടിരിക്കും. സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നോക്കത്താ ദൂരത്തോളം ഇവിടെ ഹോൾഡ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടിയാണ് ഇവിടെ കൗണ്ടറിൽ നിൽക്കുന്നതുണ്ടോ. ഇത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഒറിജിനൽ ഗോൾഡ് ആണ് കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര ഓപ്പൺ ആയിട്ട് വെക്കുവോ? ഒരു ഷോപ്പിലൊക്കെയാണ് വെക്കുക. ഇവിടെ കണ്ടോ നല്ല അതുപോലെ ഡയമണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ. കൽക്കൂത്ത് മാളില് വന്നപ്പോ കണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓപ്പൺ കൗണ്ടറിൽ ഇങ്ങനെ ഹോൾഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത് കണ്ടോ. കാര്യങ്ങളാണോ 100% എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതോ ഇതിന്റെ റൈറ്റ് ഇതെന്തോ എഴുതിട്ട് പോലീസിൽ അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ നടന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ടും അങ്ങോട്ട് തീർന്നില്ല. അങ്ങോട്ട് അതവിടെ ഫണ്ണിക്കറ്റ് ഒരു ഗെയിമിങ്ങിന്റെ ഒരു സെന്റർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഫൺ ടിക്കില്ലേ?
ഇപ്പൊ ടിക്ടോക്കിന്റെ ഒരു ടോണല്ലോ, അതുകൊണ്ട് പണ്ടിക്കുന്നില്ല ടിക്ടോക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തു വെച്ചിരിക്കുകയാണല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സെറ്റപ്പ് കാണോ, വലിയ പണി. ഇതിപ്പോ ഒരു ആഡംബര ഷിപ്പിന്റെ ഉള്ളിൽ പോകുന്ന ഒരു പ്രതീതിയല്ലേ. ആ ഒരു ഇതാണ് കാണുന്നത്. നമ്മള് ഇത് വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ആഡംബര ഷിപ്പിന്റെ ഉള്ളിൽ പോയി അങ്ങനെയുണ്ടോ ആ ഒരു ഇതില്ലേ. ഇപ്പം അൽഖുത്ത് മാളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ കൂടുതലൊക്കെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇനിയും അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ അഭിപ്രായം എന്താണ് അൽഖുത്ത് മാളിന്റെ കാഴ്ച കണ്ടിട്ട്? അൽഖുത്ത് കണ്ടിട്ടില്ല, മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഇത് കാണാൻ ഒരുപാടുണ്ട്, അതിനുള്ള സമയമില്ല. അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ്. കാണാൻ പറ്റുന്ന സ്ഥലം അല്ല അങ്ങോട്ട് എവിടെ പോകണം, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പോകണം. അപ്പൊ ഞങ്ങൾ മാറിപ്പോകും. ഞങ്ങൾ ഇറങ്ങാൻ പോകണം താഴോട്ട്. അപ്പൊ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ എത്തി. ഇനി നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ്. ഇനി പുറത്ത് കടന്നിട്ട് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ബീച്ചാണ് വരണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നമ്മൾ അൽഖുത്ത് മാളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ബീച്ചിനോട് ചേർന്നുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് പരിപാടിയാണ്. നമ്മൾ അൽഖുത്ത് നേരെ ഇറങ്ങുന്നത് നമ്മള് അൽഖുത്ത് മാളിൽ നിന്ന് ബാക്ക് സൈഡിൽ വരുമ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ഫിഷ് മാർക്കറ്റും മറ്റൊക്കെ വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കണ്ട നമ്മൾ ആ കാണുന്നതാണ് അൽഖുത്ത് മാൾ. അൽഖുത്ത് മാളിൽ നിന്ന് അതിന്റെ ഉള്ളിൽ കൂടെ അതിലെ നടന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് ഫാഗേൽ ഫിഷ് മാർക്കറ്റും മറ്റു ഷൂക്കും സുൽത്താൻ സെന്ററൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അൽഖുത്ത് മാളിന്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അറിഞ്ഞില്ല. പുറത്തിറങ്ങിയപ്പോഴാണ് എവിടെയാണ് എത്തിയതുള്ളത് മനസ്സിലായത് സംഭവം. അതെ ഏത് ലോകത്തേക്കാണ് വന്നതെന്നുള്ളത് ഇപ്പോഴാണ് പിടികിട്ടിയതാണോ. ഇത് അന്ന് നമ്മൾ പകലിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പം രാത്രിയാണ്. ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റാണ്. ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ്, ഒരു സുൽത്താൻ സെന്റർ അങ്ങനെ ഒരു മാർക്കറ്റാണ്. ഫിഷ് മാർക്കറ്റില് ഇന്നിപ്പോ എന്തൊക്കെയാ തിരക്കുണ്ടോന്ന് അറിയില്ല. അതെ അതിന്റെ ഉള്ളിൽ വന്നപ്പോ നല്ല തണുപ്പായില്ലേ, നല്ല തണുപ്പ്, നല്ല വൃത്തിയുണ്ട്. അതെ വൃത്തിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ കുവൈറ്റിൽ പൊതുവെ മാർക്കറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇത് പച്ചക്കറി മാർക്കറ്റ്, ഇതിവിടെ പച്ചക്കറി മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കിൽ അതിന്റെ അപ്പുറത്താണോ ഫിഷ് മാർക്കറ്റ് വരുന്നത്. നമ്മളപ്പം ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിലും കൂടെ കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫിഷ് മാർക്കറ്റ് കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ സെറ്റപ്പ് കണ്ടോ. നമ്മുടെ നാട്ടിലെ മാർക്കറ്റും ഈ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇവിടെ ക്ലീൻ ആണ് കേട്ടോ, വെരി ക്ലീൻ ആണ്. ഒരു കച്ചറ നിലത്ത് കാണില്ല കേട്ടോ. അത്രയും ക്ലീൻ ആണ്. ഇവിടെ ചെറിയൊരു മാർക്കറ്റാണ്, പക്ഷെ അത്രയും നല്ല ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് അങ്ങനെ നമ്മളിനി ഫിഷ് മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടു. പക്ഷെ ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഇവിടെ കുവൈറ്റ് ഫാമിൽ ഉണ്ടാക്കുന്ന കൂടുതലും വെജിറ്റബിളാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അത് പുറത്തേക്ക് കിടക്കുന്ന വാതിലാണ്. ഫിഷ് മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് ആട്ടോ. ഫിഷ് മാർക്കറ്റിന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മീറ്റ് മാർക്കറ്റിലേക്ക് കടന്നാണ്. ഇവിടെ എല്ലാം ഇപ്പൊ അടച്ചിട്ടായി, രാത്രി ആയതുകൊണ്ട്. സമയം 8-9 മണിയായി. അപ്പോഴേക്കും ഒരു ഇതെല്ലാം അടച്ചിട്ടൊക്കെ ആയി. അതുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ആളില്ല. ഇതെല്ലാം മീറ്റ് മാർക്കറ്റാണ്. ചിക്കനും മട്ടനും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരം പോലെ ഉണ്ടല്ലേ. സംഭവം ഒരു മീറ്റ് മാർക്കറ്റാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരം പോലെ ഉണ്ടല്ലേ അല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു മാർക്കറ്റിന്റെ അവസ്ഥ ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. അല്ല ഇതൊക്കെ മീറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഇനി നമ്മള് ഫിഷ് മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ആ ഫിഷ് മാർക്കറ്റ് ഇതെത്തി. കുറെ നേരം ഫിഷ് മാർക്കറ്റ് ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ, എത്തുന്നില്ല സംഭവം. കുറെ നടന്നിട്ട് അതെ, നമ്മൾ കുറെ നടന്ന് വന്നപ്പോഴാണ് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയതാണ്. രാത്രി ഇതിന്റെ അകത്തെത്തിയപ്പോ മീനിന്റെ മണം കേൾക്കാം. വെള്ള അവധിയൊക്കെ ഇതാണ് ഫിഷ് മാർക്കറ്റ്. അമൂറുണ്ട്, അമൂറ്. മീനുകൾ കിടക്കുന്നതാണോ.
ഞങ്ങളെ വീഡിയോ എടുക്കാൻ വന്നാണ്. അപ്പൊ ഒരാൾ വിളിച്ചിട്ട് നല്ല നെയ്മീനുണ്ട്, സ്രാവ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വാങ്ങണമൊന്നുമില്ല, വാങ്ങിക്കഴിഞ്ഞാൽ കറി വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അയില അടക്കുന്നുണ്ട്, അയില മത്തി അടക്കുന്നുണ്ട്. എടുക്കട്ടെ. ഇല്ല, ഇവിടെ നല്ല ഫ്രഷ് മീനാണ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മീനുകളാണ്. അതുപോലെ കടൽ ഞണ്ട് കടയൊക്കെ ചെയ്യുന്നതാണ്. കടൽ ഞണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് തിരക്കൊക്കെ കുറഞ്ഞു. ഇതായി രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ നമ്മുടെ ലോക്കൽ മീനുകളാണ്. ഇവിടുന്ന് വന്നിറങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ തന്നെ ബാക്കിൽ ഹാർബറൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് മീന് കിട്ടും. ഇത് കണവയൊക്കെ കിടക്കുന്നുണ്ട്, കണവ. ഇവിടെ ഒരു മലയാളി ചേട്ടനാണ് കച്ചവടം നടത്തുന്നുണ്ടോ. പട്ടാമ്പിയ, ഞാൻ പാലക്കാടാട്ടാ. നമ്മുടെ പാലക്കാട് ഏട്ടനാട്ടാ ഈ നിൽക്കുന്നത്. അപ്പൊ പുള്ളി നമ്മള് മീൻ വാങ്ങുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കാണ്. നമ്മള് പക്ഷെ മീനൊന്നും വാങ്ങുന്നില്ല. ആണ് ഇവിടുത്തെ മീൻ മാർക്കറ്റിലെ കാഴ്ചകൾ ഉണ്ടാവും. പക്ഷെ എല്ലാം ഫ്രഷ് മീനാട്ടോ. ഇപ്പൊ ഞങ്ങള് ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പുറത്ത് കടന്നു കഴിഞ്ഞാൽ ബീച്ചാണ് എത്തുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇത് ഹാർബറാണ്. അപ്പോൾ നമ്മള് ബോട്ടൊക്കെ കൊണ്ടുവന്ന ഫിഷിംഗ് ബോട്ടുകളൊക്കെ കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഞാനിത് പകലിലെടുത്ത വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിന്റെ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. ആണോ, ഇത് ഫിഷിംഗ് ബോട്ടുകളാണ് ഈ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഫിഷിംഗ് ബോട്ടുകളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ്. മീന് നിൽക്കുന്ന കാഴ്ച കൊണ്ട് എന്റെ പൊന്നോ. കിട്ടുന്നില്ല കൃത്യമായിട്ട്. ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ. അതില് കിട്ടില്ല, അതില് സൂമിങ് ഓഡിയോ കൂടെ അതിനകത്ത് വരുന്നുണ്ടല്ലേ. അത് കുഴപ്പമില്ല. വളർത്തി മീനല്ലെന്ന്, ഇത് കടലിൽ നിന്ന് കയറി വരുന്നത്, അങ്ങോട്ട് കയറി വരുന്ന മീനാണിത്. ഇതേത് മീൻ, മത്തിയ ചാളയൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്. എല്ലാം ഒരേ ടൈപ്പ് മീനാണ് സംഭവം. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. എത്ര മീനാ നിക്കുന്നേ നോക്കുക. ഈ വെളിച്ചത്തിൽ വന്ന് നിക്കുന്നതാ നോക്കൂലേ. ചെറിയ മീനാണ് നോക്കേണ്ടത്, പക്ഷെ എന്ത് മീനാന്നുള്ള അറിയുന്നില്ല അല്ലേ. അടിപൊളി. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ അയ്യോ ഒരു കാഴ്ച ഇവിടെ പകയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എത്ര മീനാ നിക്കുന്നത് നോക്കി. അയ്യോ നല്ല രസമുണ്ടല്ലേ. സൂപ്പർ. മൈക്രോഫോണാ ഇവിടുത്തെ രണ്ട് കേട്ടോളൂ. പറഞ്ഞോ. അല്ല, നിങ്ങളല്ലേ വൈൻഡപ്പ് ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞോ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മളെ യൂട്യൂബർ SVR ബ്ലോഗ് ഒരു വൈൻഡപ്പ് പറയുന്നതായിരിക്കും. എന്താണ് ഈ കാഴ്ച, ഇന്നത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള നിങ്ങളെ ഒരു അഭിപ്രായം എന്താണ്? ഇതങ്ങനെ കണ്ടു തീർക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ്. ഫായില് അൽക്കൂത്ത് മാള് ഒരു സ്വപ്ന കപ്പൽ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വപ്ന കപ്പല് തന്നെയാണ്. അതിലേക്ക് എല്ലാവരും വരിക. ഇനിയും വീഡിയോസുകളൊക്കെ ഇതിന്റെ ബാക്കി ഉണ്ടായിരിക്കുന്നതായിരിക്കും. കുവൈറ്റിലുള്ളവരൊക്കെ വന്ന് സമയം കിട്ടുമ്പോഴെല്ലാം കാണേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. ഞാനും ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഈ മാളിൽ കയറിയത്, അതിന്റെ ബാക്ക് സൈഡിൽ എത്തിയത്. എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, കയറി വരാം, നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. ഇവിടെ തന്നെയാണ് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നിൽ നിന്നും ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെ. ഇതിന്റെ ബാക്കി മറ്റുള്ള വീഡിയോസുകളുമായി വീണ്ടും കാണും വരെ, സന്ധിക്കും വരെ വണക്കം. ഓക്കെ, അപ്പൊ see you. Okay, bye. Thank you for watching. Our subscribers to be continues Dusty Media.